അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമാദരണീയരായ ഉസ്താദുമാർ, വിശിഷ്ടാതിഥി, സ്നേഹധന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്നേക്ക് 78 സംവത്സരങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഓരോ വർഷവും നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്നതിന്റെ പ്രസക്തി സംസാരിക്കൽ വളരെ പ്രസക്തമായിട്ടുണ്ട്. ഇന്ത്യ എന്ന രാജ്യം 700-ൽ പരം ഭാഷകളും വ്യത്യസ്തങ്ങളായ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബഹുസ്വരതയുടെ പേരാണ് ഇന്ത്യ എന്നത്. ആ ഇന്ത്യയെ നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ മതേതരത്വം എന്ന ഒത്തൊരുമ എന്ന വലിയൊരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി ഒരിക്കലും ഒരു നേതാവിന്റെ മാത്രം കീഴിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാവ് കൊണ്ട് നേടിയെടുത്തതോ അല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങളുടെ ആശയങ്ങളുടെ ചരിത്രം പേറുന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്ര കഥകൾ. ജാലിയൻ വാലാബാഗിലെയും വാഗൺ ട്രാജഡിയിലെയും മലബാർ സമരങ്ങളിലെയും രക്തസാക്ഷികളുടെ രക്തപങ്കിലമായ രക്തങ്ങളുടെയും ചരിത്രങ്ങൾ, കഥകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യം പേറുന്നുണ്ട്. മഹാത്മാഗാന്ധി നിങ്ങൾ ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഒത്തുനിന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. കുമാരനാശാൻ പാടിയതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകരം എന്ന് പാടിവെച്ചതുപോലെ വൈദേശിക കൊളോണിയൽ ആധിപത്യങ്ങൾക്കെതിരെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന സമരകാവ്യം എഴുതിക്കൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിന് പ്രോത്സാഹനമേകിയതുപോലെ വ്യത്യസ്തങ്ങളായ നാനാതുറകളിൽ നിന്ന് മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഖേദകരമെന്ന് പറയാം, പുതിയ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ രണ്ടാം NDA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് 387ഓളം മലബാർ സമര പോരാളികളെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ കുറച്ചു മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ ചാനൽ അഭിമുഖത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞത് റിച്ചാർഡ് ആറ്റംബോറയുടെ സിനിമ കണ്ടതിന് ശേഷമാണ് എന്ന് പറഞ്ഞതുപോലെ ചരിത്രത്തെ വലിയൊരു അപനിർമ്മിതിക്ക് കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ എന്നൊരു ആശയത്തെ മുന്നിൽ പിടിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാരഥന്മാർ ആ ഒരു ആശയമാണ് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു ആശയത്തെ മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് ഗീതയും മറ്റേത് റഷ്യൻ പണ്ഡിതനായിട്ടുള്ള ലിയോ ടോൾസ്റ്റോയുമാണ്. ലിയോ ടോൾസ്റ്റോയ് ഒരിക്കൽ ഒരു വഴി പ്രാന്ത പ്രദേശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭിക്ഷ യാചിക്കുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലയോ സഹോദര, എന്റെ കയ്യിൽ ഒന്നും തരാനില്ല. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒന്നും തരണമെന്നില്ല, നിങ്ങൾ എന്നെ വിളിച്ച ആ ഒരു വിളി മാത്രം മതി എനിക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തിലാകാനെന്ന് പറഞ്ഞതുപോലെ നമുക്ക് അശരണരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ എന്നൊരു ആശയത്തിന് പിന്നിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ ഒരു യാത്രാനുഭവമുണ്ട്. അദ്ദേഹം ട്രെയിനിൽ കയറാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെടുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. അദ്ദേഹം കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് തന്റെ മറ്റേ ചെരുപ്പും എടുത്ത് അതേ സ്ഥാനത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ചോദിച്ചു, അല്ലയോ സഹോദര, നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് കാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഒരു ചെരുപ്പ് മാത്രം കിട്ടിയത് കൊണ്ട് ഒരിക്കലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച്
ഈ ചെരുപ്പ് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ 2 ചെരുപ്പ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന രീതിയിലുള്ള ചേർത്ത് വെക്കലിന്റെ സന്ദേശമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇന്ത്യൻ നേതാക്കളും എല്ലാം നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്നൊരു വലിയ ആശയത്തിന് പിന്നിൽ അണിചേർന്ന് നിൽക്കാൻ സാധിക്കേണ്ടതുണ്ട്. തെച്ചിയും ജയമന്തിയും ചെമ്പരത്തിപ്പൂവും താഴെ പിച്ചകച്ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെയെന്ന് കുമാരനാശാൻ പറഞ്ഞു വെച്ചതുപോലെ നമ്മളൊരു പൂന്തോട്ടമായി ആ പൂന്തോട്ടത്തിലെ പല പൂവുകളായി പുഷ്പങ്ങളായി പരിലസിച്ച് നമ്മൾ ഇന്ത്യ എന്നൊരു മഹത്തായ ആശയത്തിന് കീഴിൽ അണിനിരന്നു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മതേതരത്വവും സെക്യുലറിസവും എല്ലാം ചേർന്ന് നിന്ന ഒരു വലിയൊരു ആശയത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാറുള്ളത് ഇന്ത്യയുടെ വൈദേശിക കൊളോണിയൽ ആധിപത്യങ്ങളിൽ നിന്നുള്ള മോചനത്തെ കുറിച്ചാണ്. പക്ഷേ നമ്മൾ പറയാതെ പോകുന്ന വലിയൊരു വസ്തുതകൾ, ചരിത്രങ്ങൾ, അത് ജാതീയ ഇരുണ്ട കരങ്ങളിൽ നിന്നുള്ള മോചനങ്ങളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ നമ്മൾ പറയാതെ പോകാറുണ്ട്. തെക്കൻ തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ കീഴിൽ നടന്ന വില്ലുവണ്ടി സമരം, ഹരിജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരങ്ങൾ, 19ാം നൂറ്റാണ്ടിൽ ചന്നാർ സ്ത്രീകൾ അവർക്ക് മാറുവറക്കാൻ വേണ്ടിയിട്ട് നടത്തിയ സമരങ്ങൾ, അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വൈക്കത്തും ഗുരുവായൂരും നടന്ന സത്യാഗ്രഹങ്ങൾ, ഇതെല്ലാം ഓർമ്മിപ്പിച്ചു വെച്ചത് ഇന്ത്യയിൽ കാലങ്ങളായി കൂട്ടിക്കെട്ടപ്പെടുന്നുകൊണ്ടിരുന്ന വലിയൊരു ജാതീയ കരങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള വലിയൊരു പ്രയത്നത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇങ്ങനെ ഇന്ത്യ വൈദേശികാധിപത്യത്തിൽ നിന്ന് മാത്രം മുക്തമാകുമ്പോഴല്ല ഇന്ത്യ എന്നൊരു ആശയം ഇവിടെ പിറവികൊള്ളുന്നത്. മറിച്ച് നമ്മൾ ഇന്ത്യക്കാരാണ്, നാം ഇന്ത്യൻ ജനത എന്ന് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞു വെക്കുന്നത് പോലെ നമ്മളെല്ലാം ഒന്നാണെന്ന്, നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്ന ഒരു ആശയം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.